ഈദിന് തീ പോലും കത്തിക്കാതെ വെറും 10-15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പി കാണാം. ഈ ഒരു പുഡിങ്ങിന് ജെലറ്റിനോ ചൈന ഗ്രാസോ കോൺഫ്ലോറോ ഒന്നും വേണ്ട, എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. മസ്റ്റ് ട്രൈ പുഡിങ് റെസിപ്പിയാണ്. അപ്പോൾ മാംഗോ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 വലിയ നല്ല കളറുള്ള മധുരമുള്ള മാങ്ങ എടുക്കുക. എന്നിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാങ്ങയിൽ നിന്നൊരു 1/4 ഭാഗം ഒരു മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിന്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മിൽക്ക് മേഡോ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരുപാട് നല്ല മധുരമുള്ളതാണെങ്കിൽ ഇത് 2ൻ്റെ ആവശ്യമുള്ള മാങ്ങ മാത്രം അടിച്ചെടുത്താൽ മതി. അപ്പോൾ മാംഗോ പൾപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി മാംഗോ പൾപ്പിൽ നിന്ന് പകുതി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിന്. അതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുക. ഇനി ഒരു ബൗളിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കേക്കിന് ചെയ്യുന്നത് പോലെ ഒരുപാട് സ്റ്റിഫായിട്ടൊന്നും ചെയ്യേണ്ട. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ച പകുതി മാംഗോ പൾപ്പും മധുരം നോക്കിയിട്ട് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി വെക്കുക. നിങ്ങളുടെ കയ്യിൽ മാംഗോ എസൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് ബ്രെഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ നേരത്തെ മാംഗോ പൾപ്പും പാലും കൂടെ മിക്സാക്കി വെച്ചതിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ലൊരു മാംഗോൻ്റെ ഫ്ലേവർ ബ്രെഡിനുണ്ടാവും. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് കട്ട് ചെയ്ത നട്ട്സും മാംഗോ പീസസും ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ മാംഗോ പീസസ് വെച്ച് കൊടുക്കുമ്പോൾ കടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നട്ട്സ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച്. നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലെക്സ് ഉണ്ടെങ്കിൽ നട്ട്സിൻ്റെ കൂടെ അതും കൂടെ ചേർത്ത് കൊടുത്താൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി 3rd ലെയറായിട്ട് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം മാംഗോ പൾപ്പിൻ്റെ ആ ക്രീമാണ് ചേർത്ത് കൊടുത്തിന്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഇതുപോലെ ബ്രെഡ് വെച്ച് കൊടുക്കുക, നട്ട്സും മാംഗോ പീസസും വെച്ച് കൊടുക്കുക. പിന്നെ കോൺഫ്ലെക്സ് ഉണ്ടെങ്കിൽ കോൺഫ്ലെക്സും കൂടെ ഇട്ട് കൊടുത്താൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ ഞാൻ കോൺഫ്ലെക്സ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ വിപ്പിംഗ് ക്രീം മാംഗോ പൾപ്പിൻ്റെ മിക്സ് ലാസ്റ്റ് ലെയറായിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മാംഗോ പൾപ്പ് ഞാൻ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാൻ മാറ്റി വെച്ച് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഈദിന് അല്ലെങ്കിൽ പാർട്ടി സ്പെഷ്യലായിട്ട് എളുപ്പത്തിൽ കുറച്ച് വിപ്പിംഗ് ക്രീമും ബ്രെഡും മാംഗോ ഉണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തീ പോലും കത്തിക്കാതെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഡെക്കറേഷൻ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ കോർണറിൽ കുറച്ച് റോസ് പെറ്റൽസും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്രിഡ്ജിൽ ഒരു 5-6 മണിക്കൂർ നല്ലോണം തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. ബ്രെഡ് വെച്ചത് കൊണ്ട് തന്നെ നല്ല പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ജെലറ്റിനോ ചൈന ഗ്രാസോ കോൺഫ്ലോറോ തീയോ ഒന്നും കത്തിക്കാതെ തന്നെ നല്ലൊരു മാംഗോ ഫ്ലേവറുള്ള പുഡിങ്ങാണ്. അപ്പോൾ മസ്റ്റ് ട്രൈ പുഡിങ് റെസിപ്പിയാണ്. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസ് വ്ളോഗ്സ് ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.